എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്? ആര്യനും ജിസേലും അങ്ങനെ 2 ബെഡുകളിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതിനകത്ത് ഒരാൾ കയറി കളിക്കുന്നുണ്ട്. അതെ, അത് ആരാണ്? ഒനീൽ. BB പ്ലസിനകത്ത് ഒനീല് പുതിയ വെളിപ്പെടുത്തലുമായിട്ട് വന്നേക്കുകയാണ്. അതിനുള്ള കാരണം ഇവരുടെ 2 പേരുടെയും അമ്മമാര് വന്നിട്ട് ഇവരെ നെഗറ്റീവ് പറഞ്ഞത് കൊണ്ടാണോ അങ്ങനെ ഒരു കളി കളിക്കുന്നത്? പുതിയൊരു കളികൾ തുടങ്ങുകയാണ്, ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ലക്ഷ്മീനെയും കൂടെ കൊണ്ട് ഒനിലിട്ടിട്ടുണ്ട്. അതെന്താണാവോ പുതിയ വിഷയം? ജിസേൽ ഇവിടെ ലക്ഷ്മിയെ കുറിച്ച് പറയുകയാണ്. ഇതെന്തുമായി നടന്നുകൊണ്ടിരിക്കുന്നത്? ഫുൾ പേഴ്സണൽ ഗെയിംസ് ആൻഡ് ഡേർട്ടി ഗെയിംസ്. എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത് അല്ലേ? ജിസേലിന്റെ അമ്മ വന്നിട്ട് വളരെ വളരെ ഇതായിട്ടാണ് പറയുന്നത്, മോളെ നീ നിർത്തിക്കുന്നു, നീ കളിക്കുന്നില്ലെന്ന് തന്നെ പറയുന്നത്. ആര്യന്റെ അമ്മ പറയുന്നു നീ കളിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ നന്നായിട്ട് കളിക്കാൻ നോക്ക്, ക്ലീൻ ആയിട്ടിരിക്കാൻ നോക്ക്, 2 ബെഡിൽ പോയി നന്നായിട്ട് നിൽക്കാൻ നോക്ക്, പ്ലേ യു 100% കൊടുക്കാൻ നോക്ക് എന്ന് പറയുന്നു. അനുവിന്റെ അമ്മ വന്നിട്ട് കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്ക്, കരയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അനീഷും നമ്മുടെ അക്ബറിന്റെയും വിഷയം അതിനകത്ത് എപ്പിസോഡിൽ വളരെ കുറച്ചേ ഉള്ളൂ, BB പ്ലസിൽ ഫുള്ളുണ്ട്. അത് കാണുമ്പോഴും നമുക്ക് എന്താണ്, ആദ്യം അനീഷ ചെറിയ നിസാര പ്രശ്നത്തിന് ഇത്രയും വലുതാക്കേണ്ട ആവശ്യമുണ്ടോ? ഷാനവാസും ബിന്നിയും തമ്മിലുള്ള വഴക്ക്, ഷാനവാസിനെ മെയിൽ ഷോവനിസ്റ്റ് എന്ന് വിളിച്ചിട്ട് ആര്? നമ്മുടെ അക്ബർ. ഷാനവാസും നിവീനും ഇപ്പൊ ചേർന്നിരിക്കുകയാണ്. കിച്ചണിൽ അനു അനീഷും തമ്മിലുള്ള വഴക്ക്, മോർണിംഗ് ആക്ടിവിറ്റിയിൽ പ്ലാച്ചിയെ വെച്ച് ഡ്രാമ കളിക്കുന്നവൾ എന്നുവരെ അനീഷിനെ കൊണ്ട് പറയിപ്പിച്ചു. എന്തൊക്കെയാണ് നടക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. അത് മാത്രമല്ല, എല്ലാവർക്കും ഹാപ്പി നവമി, മഹാനവമി ആശംസകൾ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ ദൈവമേ, ഇത് എന്തൊരു തൊല്ലയാണെന്ന് അറിയാമെന്ന് ഞാൻ. ഇതിങ്ങനെ തീരുന്നില്ലെന്ന് പറഞ്ഞാൽ തീരുന്നില്ല. നമ്മുടെ അനു കത്തിച്ച് വിട്ട ബോംബ് ഇതുവരെ തീരുന്നില്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പുതിയൊരു കഥാപാത്രം കൂടെ വന്നിട്ടുണ്ട്, ലക്ഷ്മി. എന്ത് പറയാനാണ്? ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ കഥാപാത്രം ഇതിനകത്ത് വന്ന കാര്യം, ഈ ആര്യൻ്റെ ജിസേലിൻ്റെ ഇടയ്ക്ക് വന്ന കാര്യം നമ്മൾ ആരും അറിഞ്ഞിട്ടുമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഒനിലിൻ്റെ പുതിയ കാര്യങ്ങൾ. ഇത് ഒനിൽ പറയാനുള്ള കാരണം എന്താണ്? അത് വേറൊരു ട്രാക്ക് അപ്പുറത്ത്, ലക്ഷ്മിയുടെ ട്രാക്ക് ഇപ്പുറത്ത്. ലക്ഷ്മിയും ആര്യനും കൂടെ ഉള്ള ഒരു തരത്തിൽ അവർ ഒന്നിച്ച് സംസാരിക്കണ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇന്നലെ തൊട്ട് ഈ വിഷയം ഒന്നിലെടുത്തിട്ടിരിക്കുകയാണ്. ഇന്ന് ദേ ജിസേലും. എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഇന്ന് BB പ്ലസിലാണ് ഇന്ന് ഒനിലിന്റെ കാര്യങ്ങൾ പറയുന്നത് കേട്ടാ. BB പ്ലസ് നിങ്ങൾ പോയി കാണണം. അതിനകത്ത് ഒനിൽ പറയുന്നു, ഇവിടെ ഒനിൽ മാറ്റി പറയുന്നു ജിസേലിന്റെ അടുത്ത്. എന്താ നോക്കിക്കേ, ഒനിൽ ഇവിടെ ഡബിൾ ഗെയിം കളിക്കുകയാണ്, മനസ്സിലായ? ഇവിടെ അക്ബറിനെ ഒറ്റിക്കൊടുക്കുകയാണ് ഒനില്. അക്ബർ പറയാണ് നീ ഇതൊന്നും എടുത്തിടല്ല, ഡേർട്ടി ഗെയിമാണ് നീ കളിക്കുന്നത്. ഇല്ല, ഒന്നിൽ ഇവിടെ കളിക്കുകയാണ്, മനസ്സിലായില്ലേ? ഇനി ഒന്നിൽ പറയുന്നത് ഒന്നിൽ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് അറിഞ്ഞു ഇവിടെ അനുമോള് പറഞ്ഞതല്ല. അയ്യേ, അവൾ പറയണത് ആരെടുക്കുന്നത്? പക്ഷേ അതല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനത് മറച്ചു വെക്കില്ല. അപ്പൊ ഇത്രയും നാൾ ഇവിടെ പോയിരുന്നു. 2 കാര്യങ്ങളുണ്ടാവും. ഒന്നിട്ട് നീ കണ്ടിട്ടുണ്ടാവാം, ഒന്നിങ്ങനെ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഇന്ന് അമ്മമാര് വന്നിട്ട് ഫുൾ നെഗറ്റീവ് ആയില്ലേ, അതിൽ പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ടോ ഇത് പുറത്ത് സൂപ്പർ നെഗറ്റീവാണ് ഇവർക്ക് 2 പേർക്കും, 2 പേരോടും ബെഡ് മാറാനൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായിരുന്നാലും ഇതങ്ങ് വെച്ച് കാച്ചാം. ഇതും ഉണ്ടാവാം, രണ്ടും ഉണ്ടാവാം. ഇനി കണ്ടിട്ടും ഉണ്ടാവാം, ചിലപ്പോൾ അത് ഗെയിമായിട്ട് കളിക്കുന്നുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. എന്ത് പറഞ്ഞാലും വൃത്തികെട്ട കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഇങ്ങനത്തെ ഒരവസ്ഥ ഒരു ബിഗ് ബോസ് സീസണിലും ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവരുത്. ആ സൽമാൻ ഖാൻ വന്ന് ഒറ്റ വീക്കെൻഡ് മതിയായിരുന്നു. ഇതിനെയൊക്കെ വായെന്ന് പറയുന്നുണ്ട്, ഇതിനെയൊക്കെ ഈ ഗെയിമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നിർത്തി കൊടുക്കുമായിരുന്നു. ഈ സീസണിൽ വേണ്ടിയിരുന്നത് സൽമാനാണ്, സത്യമായിട്ടും. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറ്റി കൊടുക്കും, പിന്നെ മിണ്ടൂല, മര്യാദയ്ക്ക് ഗെയിം കളിക്കും, മനസ്സിലായില്ലേ? അങ്ങനെ ഇവിടെ അങ്ങനെ ഒന്നിൻ്റെ വിഷയം അവിടെ ഇരിക്കുകയാണ്. അതിന് മുന്നേ ഞാൻ ഇവരുടെ അമ്മമാരുടെ കാര്യം പറയാം. ജിസേലിൻ്റെ മമ്മി വന്ന് എപ്പിസോഡിൽ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് ഇനി BB പ്ലസ് കാണിക്കും തോന്നുന്നു. ഞാൻ BB പ്ലസ് നേരെ കണ്ടില്ല, ഈ ഒന്നിൻ്റെ വിഷയം മാത്രം കണ്ടിട്ട് ഞാനിങ്ങനെ വന്നേക്കാണ്. അപ്പം ജിസേലിൻ്റെ മമ്മി വന്നു. ആദ്യം തന്നെ പറഞ്ഞു നീ ഒട്ടുമേ കളിക്കുന്നില്ല, ഡയറക്റ്റ് തന്നെ പറഞ്ഞു നീ ഒന്നും കളിക്കുന്നില്ല. പിന്നെ ആരിനെ ആദ്യം മൈൻഡ് ചെയ്തില്ല, പിന്നെ ജിസേൽ മൈൻഡ് ചെയ്യിപ്പിച്ചു, പിന്നെ അവർ കെട്ടിയൊക്കെ പിടിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരിനെ മൈൻഡ് ചെയ്യുന്നില്ല, ആരിനെ കാര്യമായിട്ട് നോക്കുന്നുമില്ല. ജിസേലിനാണെങ്കിൽ മേക്കപ്പിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ലക്ഷ്മി വിഷയത്തിൽ ടെൻഷനുണ്ട്, ആരിനെ വഴക്ക് പറയുമെന്നുള്ള ടെൻഷനും ഉണ്ട്. കാര്യം ഇത് പുറത്തെങ്ങനെ പോയേക്കണമെന്നും ജിസേലിന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് മാത്രമാണ് ജിസേൽ ചോദിച്ചുകൊണ്ടിരുന്നത് ലൈവിനകത്ത്, വേറെ ഒന്നുമില്ല, വേറെ ഒന്നും അറിയാൻ വേണ്ട. പക്ഷെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അമ്മ പറഞ്ഞു നീ എന്താണ് ബെഡൊക്കെ എങ്ങനെ ഇട്ടേക്കണത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ കളിക്കുന്നില്ല, നീ ഇവിടെ തുണി കഴുകാനാണോ വന്നേക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. നീ ഇവിടെ ലൈവില് നീ ഇവിടെ ടാസ്ക് കളിക്കുന്നില്ല, നീ ഇവിടെ തുണി കഴുകാനാണോ വന്നേക്കുന്നത്. ആര്യൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ട് ജിസേൽ കഴിവില്ലേ അത്. പിന്നെ നമുക്ക് കുറേ പേരെ ഇവാലുവേറ്റ് ഒക്കെ ചെയ്തു. അനീഷ് ഫെയർ ആണ്, നിവിൻ വല്ലപ്പോഴും ഫെയർ ആണ്, ബിന്നി ടാസ്ക് കളിക്കുന്നുണ്ട്, ഒനിൽ വളരെ നല്ല മനുഷ്യനാണ്, സ്റ്റാൻഡേർഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ആ ഒനിൽ തന്നെ ഇന്നും തിരിച്ച് പണി കൊടുത്തുണ്ടോ. എന്നിട്ട്
ഇതൊക്കെയാണ് നമ്മുടെ ജിസേലിന്റെ അമ്മ വന്നപ്പോൾ പറഞ്ഞത്. ആര്യന്റെ അമ്മ വന്നപ്പോഴും വലിയൊരു മൈൻഡ് ഒന്നും ഉണ്ടായി. ജിസേലിന്റെ അമ്മ വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു. ഉള്ള കാര്യം ഏതൊരു അമ്മയ്ക്കാണ് വിഷമം ഉണ്ടാവില്ലേ, നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ബിക്കോസ് ഏതൊരു അമ്മയ്ക്കാണെങ്കിലും പുറത്ത് വിഷമം ഉണ്ടാവും. കാര്യം അമ്മാതിരി കാര്യങ്ങളാണ് ഈ സീസണിൽ വന്നേക്കുന്നത്. പുതപ്പിന്റെ അടി, അകത്തിങ്ങനെ, ഇതൊക്കെയല്ലേ വന്നേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സ്വാഭാവികം വിഷമം ഉണ്ടാവും, മക്കളുടെ കാര്യത്തിൽ വിഷമം ഉണ്ടാവും. അപ്പൊ അവർ വന്നത് പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, തെറ്റ് പറയാൻ പറ്റില്ല. ഇനി അടുത്തത് ഇവിടെ ആര്യന്റെ അമ്മ വളരെ പോസിറ്റീവായിട്ടാണ് വന്നേക്കുന്നത്. അനുവിനെയൊക്കെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുക. അപ്പൊ ഞാൻ അന്തം വിട്ടേ, അനുവിനെയൊക്കെ ഭയങ്കര കെട്ടിപ്പിടിക്കും, പ്ലാച്ചിയുടെ അടുത്ത് താലോലിക്കുന്നു, ആദിലേനെ നൂറേനെ ഒരു 100 പ്രാവശ്യം വീട്ടിലേക്ക് വിളിക്കുന്നു. ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത് നിങ്ങൾ മേക്ക് 1 on 1 ബെഡ്, നിങ്ങളത് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക, ഇൻഡിവിജ്വലായിട്ട് കളിക്കുക, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി ആര്യൻ പിന്നെ അമ്മ പറഞ്ഞതായിട്ട് ജിസേലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊന്നും എപ്പിസോഡിലില്ല. അതായത് എൻ്റെ അമ്മ പറഞ്ഞു എന്ന് അക്ബറിനെ ട്രസ്റ്റ് ചെയ്യരുതെന്ന്. അത് എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ല. ഈ വീട്ടിൽ ആകെക്കൂടെ അവരുടെ കൂടെ നിൽക്കുന്നത് അക്ബർ മാത്രമേ ഉള്ളൂ ഇപ്പോഴും. പക്ഷേ ഈ ഒരു കാര്യം അമ്മ എന്തിനാണ് ഈ ആര്യനോട് പറഞ്ഞത്? എനിക്കൊന്ന് കുറച്ച് ദിവസങ്ങൾ മുന്നേ അക്ബർ സ്വന്തമായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി, അതുകൊണ്ടായിരിക്കാം. പക്ഷേ അക്ബറിനെ ട്രസ്റ്റ് ചെയ്യരുതെന്ന് അമ്മ പറഞ്ഞേക്കുന്നത് ആര്യൻ്റെ ജിസേലിൻ്റെ അടുത്തും. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ ഈച്ച് അതർ സന്തോഷിച്ച് കളിക്കൂ, ചിരിക്കൂ, പക്ഷെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യേണ്ട, ഇൻഡിവിജ്വൽ ഗെയിം കളിക്കൂ. ഇത്രയും കാര്യമാണ് അമ്മ പറഞ്ഞതായിട്ട് ആര്യൻ ജിസേലിനോട് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് വലിയൊരു കളി ഒനിൽ കളിക്കുകയാണ്. ഇവിടെ അക്ബറും ഒനിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒനിൽ പറയാണ്, ഞാൻ അനുമോള് കണ്ടതിൻ്റെ കാര്യം എനിക്കറിയില്ല, അത് ഞാൻ ഒരിക്കലും വകയെടുക്കുന്നുമില്ല, പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, അത് സമ്മതിച്ചു കൊടുക്കൂല എന്നൊക്കെ പറയുന്നുണ്ട്. സമ്മതിച്ചു കൊടുക്കുന്നില്ല അത് പറയാം. അപ്പൊ അക്ബർ പറയുന്നത്, നീ ഇപ്പൊ കളിക്കുന്നത് ഡേർട്ടി ഗെയിമാണ്, നീ കളിക്കുന്ന കളി വളരെ ഡേർട്ടി ഗെയിം. ഇല്ല അങ്ങനെയൊന്നുമല്ല, ഇതിന് ചിലപ്പോൾ പല കാരണങ്ങളും ഉണ്ടാവാം കേട്ടോടാ, പല കാരണം ഉണ്ടാവാം. ചിലപ്പം ഒന്നിൽ കണ്ടതാവാം, ചിലപ്പം അവരുടെ പാരൻസ് വന്ന അന്നത്തെ ദിവസം അവർ പറയുന്നത്. അപ്പോൾ ഇവർ പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് ആ ഗെയിം എടുത്തിട്ട് കളിക്കുന്നതാണെന്ന് അറിയില്ല. കാര്യം ഇത്രയും ദിവസം ഒന്നിൽ ഭയങ്കര മാരക സപ്പോർട്ടൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മാറാനേ, പിന്നെ ഇന്നലെ ആരിനും പറ്റി ഭയങ്കരമായിട്ട് ചീത്തവിളിയും തെറിവിളിയും വഴക്കും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതും കാരണം ഉണ്ടാവും, പല കാരണങ്ങളുണ്ടാവും. പക്ഷേ എനിവേ ദ ഗെയിം ഈസ് വെരി ഡേർട്ടി. സീസൺ 7 ഭയങ്കര മോശം സീസണാണിത്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരിക്കലും ഇങ്ങനത്തെ ഒരു സീസൺ ഒരു ലാംഗ്വേജിലും ഉണ്ടായിട്ടില്ല. തുറന്ന് പറയാണ് ഞാൻ, ഒരു ലാംഗ്വേജിലും ഇങ്ങനത്തെ കണ്ടസ്റ്റൻസിനെ ഞാൻ കണ്ടിട്ടില്ല. സത്യമാണ്, ഒരു ലാംഗ്വേജിൽ പോലും. ഇംഗ്ലീഷിൽ പിന്നെ അത് വേറെ കണ്ടന്റ്, ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്കു, മറാത്തി, ഒന്നിലും ഇങ്ങനത്തെ ഒരു സീസൺ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയാം, സത്യമാണ്. പക്ഷേ ഈ ഇതിലേക്ക് പുതിയൊരു കഥാപാത്രത്തെ കൊണ്ട് ഒന്നിലിട്ടിട്ടുണ്ട്, ലക്ഷ്മി. അതിനെ വെച്ചിട്ടാണ് ജിസേൽ ഇന്ന് രാവിലെ പറഞ്ഞത്. നമ്മൾ എന്തായാലും ലക്ഷ്മീനെ വെച്ചിട്ടുള്ള ഒരു ഷോട്ടും ആരിനും പറ്റി ഞാൻ കണ്ടിട്ടില്ല. എന്നാലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് റിവ്യൂ പറയാൻ പറ്റത്തുള്ളൂ. എനിക്കറിയത്തില്ല ഇവർ എന്തൊക്കെയാണ് ഈ പറഞ്ഞുണ്ടാക്കണം എന്നുള്ളത്. ജീവിതങ്ങൾ വെച്ചിട്ടുള്ള കളികളാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പലരും. ഇതിൻ്റെ അവസാനം ഈ ലക്ഷ്മിയൊക്കെ ഒരു കുഞ്ഞുള്ളതാണ്, ഇതിനെയൊക്കെ വെച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് ഞാൻ പറയേണ്ടതെന്നുള്ളത്. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാം, നിങ്ങൾക്ക് വല്ല അറിയാമെങ്കിൽ നിങ്ങൾ പറ, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു പോസിറ്റീവ് ഗെയിം അല്ല നടക്കുന്നത് കേട്ടോ. ഒന്നിച്ച് പറയാം. എന്നിട്ട് ഈ ഒനിൽ പോയിട്ട് ഈ ജിസേൽ അക്ബറിനോട് സംസാരിച്ചിട്ട് അക്ബർ പറയാണ്, അക്ബർ ഇത് പോയിട്ട് ജിസേലിനോട് പറഞ്ഞു, എടി ഒനിൽ ആ വിഷയം എടുത്തിടുന്നുണ്ടെന്ന് രണ്ടാമത്. ഈ ജിസേൽ ഇത് വിശ്വസിക്കാതെ പോയിട്ട് ഒനിലിനോട് സംസാരിച്ചു. ഈ ഒനില് തിരിച്ചിട്ടേക്കെയാണ് ഇത് അക്ബറിന്റെ കളിയാണെന്ന്. എങ്ങനെയുണ്ട്? അതായത് ഇത് അക്ബറിന്റെ കളിയാണെന്ന് ഒനിലാണിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ ഒനിൽ തിരിച്ചിട്ടു, ഞാൻ ജിസേലിനെ ഒന്നും വലിച്ചിട്ടിട്ടില്ല, ഞാൻ അക്ബറിനെ ഞാൻ മറ്റേ പുതപ്പിന്റെ വിഷയമല്ല, ഇത് വേറെ വിഷയം, ലവ് ട്രാക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞേക്കുന്നത്, ഞാൻ ഇട്ടിട്ടില്ല. എന്തൊക്കെയാ അളിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ, എന്തുവാണിത്? എന്തായിരുന്നാലും ഇപ്പൊ നല്ല രസമുണ്ട് കാണാൻ. ഇപ്പൊ രണ്ടുപേരും 2 ബെഡായിട്ടുണ്ട്, സമാധാനം. ഇനി എല്ലാവർക്കും രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വിഷയങ്ങളിലേക്ക് പോവാം. ഇനി അനുവിന്റെ അമ്മ വന്നു. അനുവിന്റെ അമ്മ പറഞ്ഞ മെയിൻ കാര്യം, നീ അടുക്കളയിൽ നിന്ന് ഇറങ്ങണം, ഗെയിം കളിക്കണം, കരയരുത്, ഇത്രയും കാര്യങ്ങൾ. ഇനി അടുത്തത് അനീഷും അക്ബറിന്റെ വിഷയം. ഞാൻ തൊട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ അനീഷിനെ ഭയങ്കര ഓവർ ഷോ ആയിട്ടാണ് പറഞ്ഞത്. കാര്യം ലൈവിനകത്ത് അങ്ങനെ ആയിരുന്നു, ലൈവിൽ അതാ കാണിച്ചുകൊണ്ടിരുന്നത്. അനീഷ് അവിടെ കിടന്ന് ചെറിയൊരു കാര്യം അക്ബർ പറയുന്നത് എന്താണ്, ചേട്ടാ അനീഷ് ചേട്ടാ നിങ്ങൾ എന്തോന്ന് കാണിക്കണം, നിങ്ങളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ കുറച്ച് മാവ് കൂടുതലിടാൻ വേണ്ടിയിട്ട്, അത് ഒട്ടിപ്പിടിക്കും. അപ്പം അനീഷ് അങ്ങ് തുടങ്ങുകയാണ്. അനീഷ് പിന്നെ വീട്ടിലുള്ളവരെയൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്, അതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്ത് പറയാനാണ്, എപ്പിസോഡിൽ അതൊന്നും കാണിച്ചിട്ടില്ല. എപ്പിസോഡിൽ നേരെ ട്വിസ്റ്റ് ചെയ്തിട്ട് അക്ബറിന്റെ സൗണ്ട് കൂട്ടിയിട്ട് അനീഷിന്റെ സൗണ്ട് കുറച്ച് വെച്ചേക്കണം. ഇതൊക്കെ എൻ്റെ എഡിറ്റിംഗ് മറിമായോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇത് എന്തൊക്കെയാണെന്ന് നടക്കണം എന്നുള്ളത് സത്യമായിട്ടും. എന്നിട്ട്
ഞാൻ ലൈവിൽ കണ്ടെന്ന് വെച്ചിട്ടാണ് പറയുന്നത്. കാര്യം ലൈവിൽ ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുവേ. അപ്പൊ അനീഷ് അവിടെ കിടന്ന് ചെറിയ വിഷയമുള്ളൂ, ആണോ അക്ബറെ നീ എന്തിനു പറയാൻ പോലെ, ചെറിയൊരു വഴക്ക് പോലും ഇല്ല. ബിന്നി ഇവിടെ കയറിയിട്ട് അനീഷിനെതിരെ പകരം തീർക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നോ? പ്രതികാരം തീർക്കുന്നുണ്ട്. കാര്യം ബിന്നിനെ അനീഷ് ചൊറിഞ്ഞത് ഇപ്പോഴും ഓർത്ത് വെച്ച് ഓരോ ദിവസവും പോയി അനീഷിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിന്നി. അപ്പൊ അനീഷ് എന്ത് ചെയ്യണം? ഇതൊരു നിസ്സാര കാര്യമാണ്, ഇത് നിസ്സാര കാര്യം. കുറച്ച് മാവ് കൂടുതൽ ഇടണം, ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ. ശരി, എന്നാൽ പിന്നെ അക്ബറിന് നേരത്തെ പറഞ്ഞൂടെ? ഓക്കെ ശരി, ഞാൻ ഇടാം. അത് പിന്നെ അതിനെ കൂട്ടി 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 അനീഷ് അത് വലിയ വഴക്കായി മാറി. നിന്റെ വീട്ടുകാരെ പോയി വിളിച്ചോ, പോടോ ഇറങ്ങി എന്ന് പറഞ്ഞ് അക്ബർ പറഞ്ഞു. താൻ നിന്റെ വീട്ടിൽ പോയി വിളിച്ചോന്ന് അനീഷ് തിരിച്ച്. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ല. അപ്പം അവിടെ എനിക്ക് ലൈവ് കണ്ടപ്പോൾ എനിക്ക് അനീഷിൻ്റെ ഭാഗത്താണ് തോന്നിയത്. കാര്യം ചെറിയൊരു കാര്യം ഇത്രയും വലുതാക്കേണ്ട ആവശ്യമില്ലായിരുന്നു സത്യമായിട്ടും. അവിടെ അക്ബറും അനുവും ഒക്കെ ഉണ്ടായിരുന്നു. അത് അവരുടെ ഭാഗത്തുള്ള ശരിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഇനി അടുത്ത് ഷാനവാസ് ബിന്നി. ഷാനവാസ് ബിന്നി. അപ്പോൾ ബിന്നി വന്നിട്ട് ഷാനവാസിനെ ചൊറിയുന്നുണ്ട്. ശരി തന്നെയാണ്. ഷാനവാസ് നിവിനും ഇവിടെ ഇപ്പോൾ കൂട്ടായിരിക്കാനും എത്ര ദിവസത്തേക്കാണെന്നൊന്നും എനിക്കൊരു പിടിയുമില്ല. കണ്ടറിയാം. ഷാനവാസ് ഇപ്പോൾ ഒരാളോട് ഇരിക്കണമെങ്കിൽ അടുത്ത ദിവസം അയാളോട് ശത്രുവായിരിക്കും, അടുത്ത ദിവസം മറ്റൊരാളോട് ശത്രുവായിരിക്കും. എനിക്ക് ഷാനവാസിൻ്റെ ഗെയിം ഒരു പിടിയും കിട്ടുന്നില്ല. കാര്യം ഒന്നിലും ഒരു കൺസിസ്റ്റൻസി ഇല്ല, ചാടിക്കൊണ്ടിരിക്കുക പുള്ളിക്കാരൻ. അപ്പോൾ ഇവിടെ ഷാനവാസ് ബിന്നിയെടുത്ത് സംസാരിച്ച രീതി ലൈവിനകത്ത് വളരെ മോശമായിരുന്നു കേട്ടോ. നിന്റെ കെട്ടിയോൻ അവിടെ ഇല്ലേ, അവനോട് പോയി പറ, ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിന്നി പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കേണ്ടത്, വളരെ റൂഡാണ്, വളരെ മോശമായിട്ടാണ് സംസാരിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളോട്. ഇതേ കാര്യത്തിൽ ഇന്ന് അക്ബർ മെയിൽ ഷോവനിസ്റ്റ് എന്നും മോർണിംഗ് ആക്ടിവിറ്റി നല്ല രസമുണ്ടായിരുന്നു. കാര്യം എല്ലാവരും കുറേ പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്ബർ മെയിൽ ഷോവനിസ്റ്റ് എന്ന് പറഞ്ഞു. ഷാനവാസും നിവിനും പരസ്പരം സപ്പോർട്ട് ചെയ്തു മോർണിംഗ് ആക്ടിവിറ്റിയിൽ. ഇന്ന് കിച്ചണിൽ അനു അനീഷ് തമ്മിലൊരു പ്രശ്നം ഉണ്ടായല്ലോ, അതിനെ ലീഡ് ചെയ്ത് കൊണ്ടിട്ട് അനീഷ് അനുവിനെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിനക്ക് കുക്കിംഗ് അറിയാം എന്ന് വെച്ചാൽ നീ നമ്മുടെ തലയിൽ കയറി ഇരിക്കരുത്, നീ കാണിക്കുന്ന തെറ്റാണ്, നീ പ്ലാച്ചിയം വെച്ചിട്ട് കളിക്കുന്ന ഡ്രാമയുണ്ടല്ലോ അത് വെറും ഡ്രാമയാണ്, ഒന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ. സോ ഇതൊക്കെയാണ് മെയിൻലി നടക്കുന്നത്. മെയിൻലി ഇപ്പം ഗെയിം പൊക്കോണ്ടിരിക്കുന്നത് അക്ബറിന് എഗൻസ്റ്റ് ആണ്. ഇനി അത് എങ്ങനെ പോകുന്നു, ഈ ലക്ഷ്മിയുടെ കേസ് എന്താണെന്ന് എനിക്കൊരു പിടിയുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ആദ്യം തന്നെ രാവിലെ 6:40 ജിസേലും അനീഷും ഇരിക്കുകയാണ്, സംസാരിക്കുകയാണ്. അപ്പോൾ അത് അനീഷ് എന്ത് പറ്റി രാവിലെ തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നു? അപ്പോൾ ജിസേൽ ഞാൻ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തു, ഞാൻ പിന്നെ മേക്കപ്പ് ഇട്ടിരുന്നു. അപ്പോൾ അനീഷ് എന്താണെന്ന്? ചിലപ്പോൾ ജിസേലിൻ്റെ അമ്മ വരുമായിരിക്കും. അറിയത്തില്ല, എനിക്ക് പേടിയാവുന്നു. അതെന്താ പേടിക്കുന്നത്? അല്ല മമ്മി വന്നു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. അതെന്താ വഴക്ക് പറയാൻ? അല്ല ആദ്യൻ്റെ കാര്യം പുറത്ത് ടി വിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയില്ലേ, സോ എനിക്ക് പേടിയാവുന്നുണ്ട്, നീ എന്നെ വഴക്ക് പറഞ്ഞാലോ? അല്ല ജിസേലിനെ തന്നെ ഒരു അറിഞ്ഞൂടെ, പിന്നെന്താ കുഴപ്പം? അല്ല അത് ശരിയാണ്, എനിക്കെന്നെ അറിയാം, പക്ഷേ അനീഷ് നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ, എന്നെ വിശ്വസിക്കാം. ലക്ഷ്മിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അനീഷിന്? എനിക്കങ്ങനെ അറിയാമോ, ഈ ലക്ഷ്മിയും ആര്യൻ്റെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ല അവരുടെ ഫ്രണ്ട്ഷിപ്പ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ആര്യൻ്റെ അടുത്തിരുന്നു, അപ്പോൾ ആര്യൻ പറഞ്ഞു അവൻ ഉറങ്ങണം എന്ന് പറഞ്ഞു, എന്നെ വിട്ടു. അത് കഴിഞ്ഞ് ലക്ഷ്മി പോയി അവൻ്റെ അടുത്തിരുന്നു. അപ്പം അവനും അപ്പം ആര്യം പറഞ്ഞു എനിക്ക് ഉറങ്ങണം, അപ്പം ലക്ഷ്മി പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നോളാം എന്ന്. എന്നിട്ട് നോക്കുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അനീഷ് ഇത്, എന്താണ്? ഞാൻ അവൻ ഉറങ്ങിയിട്ടേ ഇല്ല, ഞാൻ അവനോട് ഇത് ചോദിച്ചു, ഇത്രേ കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പാട്ടാണ്, മോർണിംഗ് സോങ്. കൺഫ്യൂഷൻ തീർക്കണമേ, ആരുടെ കൺഫ്യൂഷൻ ആണോ എന്തോ. അത് കഴിഞ്ഞ് ബിന്നി ചേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് അനീഷിനോട്ട്. ബിന്നി പുറകെ നടന്ന് കുത്തയാണ് ആരെ? അനീഷിനെ. അനീഷ് ഉപ്പുമാവ് ഉണ്ടാക്കാം അനു, നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കണ്ടേ? നിങ്ങളുടെ ആൾക്കാരൊക്കെ ഇല്ല, ഞാൻ വേണമെങ്കിൽ പച്ചക്കറി അരിഞ്ഞു തരാം, നിങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരോട് പോയി ചോദിക്ക്. അനു അങ്ങനെ പറയരുത്, പിണക്കമാണോ? ഇച്ചിരി പിണക്കമൊക്കെയാണ്. മനുഷ്യൻ അല്ല അങ്ങനെ അപ്പോൾ പഴയത് ഓർത്തോണ്ടിരിക്കുകയാണോ? അങ്ങനെയൊക്കെ ഉണ്ടാവും, എനിക്ക് നിങ്ങൾക്ക് എന്നെ വേണ്ടല്ല. അങ്ങനെ നേരെ അനീഷ് പോവുകയാണ്. അത് കഴിഞ്ഞ് ഷാനവാസും നിവീനും. അപ്പം നിവീൻ ഞാൻ ഒരാളുടെ ലൈഫിനെ വെച്ച് ഒരിക്കലും കളിക്കില്ല ഷാനവാസ്. അപ്പോൾ ഞാൻ ഐ വിൽ നോട്ട്, എനിക്കറിയാം ഞാൻ സോർട്ട് ഔട്ട് ചെയ്യും, ഞാൻ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ ഞാനത് സോർട്ട് ഔട്ട് ചെയ്യും. അപ്പോൾ ഷാനവാസ് നമ്മൾ തമ്മിലുള്ള ഇഷ്യൂ എനിക്കറിയാം, അതുപയോഗിച്ച് പല ആൾക്കാരും ഇവിടെ ആളാവാൻ നോക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? എൻ്റെ ദേഷ്യം നിന്നോട് 20% ഉള്ളൂ. അപ്പോൾ നിവിൻ ആദിലെ നൂറുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ പല ആൾക്കാരും എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയാം, അത് നീയാണ് ക്ലിയർ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ നിന്നിൽ ഇറിറ്റേറ്റ് ആയ കാര്യം അത് വലിയ കാര്യമൊന്നുമല്ല, നീ ചെയ്തത് വലിയ തെറ്റുമല്ല, നീ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതിനേക്കാൾ വലുതാണ് നമ്മൾ തമ്മിലുള്ള സൗഹൃദം. ഇപ്പം നമ്മൾ ആരായി? നമ്മൾ ശശി അല്ലേ? നമ്മളുള്ള കളിയും ചിരിയാണ് അതിനെക്കാട്ടിയും വലുത്. ഒരാഴ്ച മൊത്തം കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് എഴുതി കഷ്ടപ്പെട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്ത ഞാൻ ആരായി? നിങ്ങളാരായി? പോട്ട്. ഇപ്പം ഈ സീസൺ അവസാനിക്കുന്ന വരെ നമ്മൾ ശശിയായിക്കൊണ്ടിരിക്കുമെന്തോ. ഇവിടെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളുണ്ട്, അക്ബറിനെയാണ് പറയണത്. ഈശ്വര ഇത്രമാത്രം പറയാൻ അക്ബർ അവിടെ എന്താണ് കളിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് കഴിഞ്ഞ് അനു കിച്ചണിലേക്ക് വരെയാണ്.
അനുമോള് വന്നോ, ദേഷ്യമൊക്കെ മാറിയോ, ഓക്കെ ആയോ, ഇതെന്തോന്ന് വെച്ചേക്കണത്, വെള്ളം. ഓ അപ്പം ബിന്നി വരുന്നു. എന്താണ് അനീഷേട്ടാ, വല്ല പ്രോബ്ലം ഉണ്ടോ? അല്ല അനു ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഞാൻ എന്തിനു പറയണത്? അല്ല ഒനിയിൽ ബാത്റൂമിലാണ്, അപ്പം പിന്നെ ഉപ്പുമാവ് അനു ഉണ്ടാക്കാമല്ലോ. ഓ താങ്കളുടെ ടീമിലെ കാര്യം താങ്കൾ നോക്കുക. അയ്യോ താങ്കളുടെ ടീമോ? അപ്പം അക്ബർ നമ്മുടെ ടീമാണ് അനു. എന്തായാലും എന്തെങ്കിലും ഉണ്ടാക്കുക, എനിക്കൊന്നും അറിയത്തില്ല. അയ്യോ അങ്ങനെ പറയരുത്, കളിയാക്കാനാണെങ്കിൽ അനു ഇവിടെ വേണ്ട. അപ്പം പിന്നെ ഇന്നലെ ചോറുണ്ടാക്കിയപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കിയത് അനീഷേട്ടൻ. അനീഷ് ആ പക്വതയില്ലാത്ത രീതിയാണ് അനുവിൻ്റെ കുഴപ്പം. അത് അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ചെയ്യണ്ട, അനു ഇവിടെ ഒന്നും ചെയ്യണ്ട. ഞാൻ കുളിച്ചിട്ട് വന്നു. അനു കുളിച്ചിട്ട് വന്നു, പിന്നെ മേക്കപ്പ് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ അനുവിൻ്റെ അടുത്ത് വന്നത്. ഞാൻ വന്നു. പക്ഷേ നിങ്ങൾ എന്നെ തലയിൽ കയറിയല്ലോ കുറേ കാര്യങ്ങളിൽ. അനുവാണ് എൻ്റെ തലയിൽ കയറിയത്, മനസ്സിലായില്ലേ? പല കാര്യങ്ങളും ഇവിടെ ഒനിയിൽ വെള്ളമെടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു. അനുമോൾ എന്തിനാണ് എൻ്റെ തലയിൽ വന്ന് കയറുന്നത്? അനുമോളാണ് ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ എന്നാൽ പിന്നെ ഒനിൽ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഒനിൽ അയ്യോ അനു ഉണ്ടായിക്കോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഷാനവാസ് നിവീൻ കണ്ടിന്യൂയിങ്. ബിന്നി വരുന്നു. ചേട്ടാ തൂക്ക്. വരാം ചെയ്യാം, നീ അവിടെ നിൽക്ക്, ചെയ്യാം, പണിയെടുക്കാം. പിന്നെ സംസാരിച്ച് ചെയ്യാമല്ലോ നിങ്ങൾക്കൂടെ. നീ അവിടെ മിണ്ടായിരിക്കും, നീ പണിയെടുക്കാന്ന് ഞാൻ സംസാരിച്ചോ. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട കേട്ടോ, പൊക്ക. ഇവിടെ വേറെ ക്യാപ്റ്റൻ ഉണ്ട്, നമ്മുടെ ഫ്ലോർ ടീമിന്റെ ക്യാപ്റ്റൻ ഉണ്ട്, അവർ പറഞ്ഞോളും. ഇനി ഫ്ലോർ ടീമിന്റെ ക്യാപ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇവിടെ മറ്റേ നിന്നെക്കാട്ടിയും വലുതാണ് ഇവിടുത്തെ മെയിൻ ക്യാപ്റ്റൻ എന്ന്. അതാണ് ഷാനവാസ്. പൊക്ക തോന്നുന്നവര് ഞാൻ തോന്നുന്ന പോലെ ഞാൻ ചെയ്യും. നീ ആരാണ് ചോദിക്കാൻ? നീ ചെയ്യിപ്പിച്ച് നോക്ക്. അതെന്തേ കാണിക്കാത്തത്? ഷാനവാസ് കാണിക്കണം, എനിക്കൊന്ന് കാണണം, എന്നിട്ട് വേണം എനിക്ക് അതുപോലെ കാണിക്കാൻ. ഇങ്ങനെ കാണിച്ചത്. പിന്നെ ഭയങ്കരം തന്നെ ബിന്നി. അയ്യേ എന്തോന്ന് ചേട്ടാ ഇത്? നിവിൻ പോയി ബാത്റൂം ക്ലീൻ ചെയ്യും. ബാത്റൂമൊക്കെ രാവിലെ ജിസയിൽ ക്ലീൻ ചെയ്തു. ബിന്നി വെറുതെ കാണിക്കണത്. അപ്പോഴത്തേക്ക് മോർണിംഗ് ആക്ടിവിറ്റി വന്ന്. മോർണിംഗ് ആക്ടിവിറ്റി വന്ന് എണീക്ക് ബാ പോടി നീ പോയിട്ട് എൻ്റെ അവനെ മറ്റവരോട് ഉണ്ടല്ലോ അവനോട് പോയി പറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ജിസേൽ ആര്യൻ അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ ഇന്ന് വരാൻ പോകുന്നത് അനു, ജിസേൽ ആൻഡ് ആര്യൻ്റെ വീട്ടിൽ നിന്നാണ്. അയ്യോ ആര്യൻ്റെ എൻ്റെ അമ്മ ആര്യൻ്റെ കോമഡി എനിക്ക് പറയാം. അപ്പം ഇന്ന് ഒരു ചേഞ്ച് ആയിട്ട് അവരെ കണ്ടിട്ട് നിങ്ങൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോട്ടെ. അങ്ങനെ ഐ ലവ് യു മമ്മി തുറക്കുന്നു. നമ്മുടെ മമ്മി വരുന്നു. പൊന്നമ്മ വരെയാണ്. കെട്ടിപ്പിടിക്കുന്ന ജിസേലിനെ കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ തുടങ്ങി. അതെ നന്നായിട്ട് കളിക്കുന്നില്ല കേട്ടോ, നീ നന്നായിട്ട് കളിക്കുന്നില്ല മമ്മി, നന്നായിട്ട് കളിക്കുന്നില്ല. ആരിനിടയിൽ കാല് പിടിക്കാൻ പോയി, തിരിഞ്ഞു നോക്കിയില്ലേ, നേരെ നടക്കുകയാണ്. എന്താണ് മമ്മി? ഞാൻ പറയാം സ്മാർട്ട് ഗേൾ അനു. ഞാൻ എല്ലാം പറയാമേ, ലൈവിൽ നടന്ന എല്ലാ കാര്യവും ഞാൻ പറയാമേ. സ്മാർട്ട് ഗേൾ അനുവിനെ നിവിൻ കൈ പിടിച്ച് കിടക്കുകയാണ്. ഹായ് ജിസേൽ, ആക്ടിവിറ്റി റൂമിലേക്ക് വരൂ. ജിസേലിനെ ആക്ടിവിറ്റി റൂമിലേക്ക് വിളിക്കുകയാണ്. ബിഗ് ബോസിന്റെ ഫ്രണ്ടിത്തെ ഇതാണ് പസിലായിട്ടുള്ളത്. ബിഗ് ബോസ് എനിക്ക് കിട്ടുന്നില്ല. ബിഗ് ബോസ് ഇതെന്നും കാണുന്നതല്ലേ, എന്താണ് ജിസേൽ? ബിഗ് ബോസ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ബിഗ് ബോസ് ഒരു ക്ലൂ, ബിഗ് ബോസ് 2 ക്ലൂ കൊടുത്തു കേട്ടാ. ഒന്ന് ആകാശം, അത് കൊടുത്തു കഴിഞ്ഞു. എനിക്ക് അറിയില്ല ബിഗ് ബോസ്, ഒരു ക്ലൂവും കൂടെ തരാമോ? പാത്ത് വേ ശരിയായിട്ടില്ല. ഓക്കെ അത് ശരിയായി. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്യാനിൻ്റെ ടാസ്ക് കമ്പ് വെച്ച് വെക്കണം, അതും കഴിഞ്ഞു. ജിസേൽ പറയാണ് മമ്മി എന്താണ് നിനക്ക് സുഖമല്ലേ? ഓക്കെ നീ എന്താണ് എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയണം. നീ ഇവിടെ തുണി കഴുകാനാണോ വന്നത്? ഇത് ഞാൻ പറഞ്ഞില്ല ഫ്രണ്ടിൽ. നീ എന്താണ് നീ ഇവിടെ? മമ്മി സോച്ച് സമജ്കർ ബാത് കർണ, ക്യാമറ സബ് ജഗാമേ ഹെ, മമ്മി സോച്ച് സമജ്കർ ബാത് കർണ. ഇങ്ങനെ ജിസേൽ പറയുന്നത്. സൂക്ഷിച്ചും കണ്ട് വർത്താനം പറയണം, ക്യാമറ എല്ലായിടത്തും ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് ഞാൻ കണ്ടതല്ലേ പറയുന്നത്. നീ ഇവിടെ തുണി കഴുകാനാണോ വന്നത്? നീ ടാസ്ക് കളിക്കുന്നില്ല ജിസേൽ, നീ ടാസ്ക് കളിക്കുന്നില്ല. നീ ഗെയിം മേ ധ്യാൻ ദോ. നമ്മൾ വന്നതിൻ്റെ ലക്ഷ്യം നീ മറന്നു പോയോ? മമ്മി എന്താ ആര്യനെ മീറ്റ് ചെയ്യാത്തത്? ഞാൻ കണ്ടില്ല. അവൻ കാല് പിടിച്ച വന്നല്ലോ. ഞാൻ കണ്ടില്ല, ഗോഡ് പ്രോമിസ് ഞാൻ കണ്ടില്ല. ഓക്കെ മമ്മി എന്താ കേരളത്തിൽ താമസിക്കുന്നത്? മമ്മി മുംബൈ പോ. മമ്മി മുംബൈ പോ. മൈ മേക്കപ്പ് എവിടെ? എൻ്റെ മേക്കപ്പ് മമ്മി. അവൻ നീ ഗെയിം കളിക്കുന്നില്ല. ഗെയിമിൻ്റെ കാര്യം വന്നു എനിക്ക് കേൾക്കണ്ട. മമ്മി എന്താ മേക്കപ്പ് ചെയ്യാൻ ബോംബെ പോവാത്തത്? മമ്മി കേരളത്തിൽ നിൽക്കണം. മമ്മി ബോംബെ പോ മമ്മി. എൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയി. ഓ സാരമില്ല മമ്മി, എനിക്ക് തുണിയൊന്നും കിട്ടുന്നില്ല. മമ്മി ബോംബെ പോ പ്ലീസ് മമ്മി ബോംബെ പോ. ടിവിയിൽ നിന്ന് നന്നായിട്ടുണ്ടോ മമ്മി? എന്താ മേക്കപ്പ് ഒന്നും ചെയ്യാത്തത്? എനിക്ക് ഇത്രയൊക്കെ മതി മമ്മി. എങ്ങനെയുണ്ട് പ്ലീസ്? ടാസ്ക് നീ നന്നായിട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ മേക്കപ്പിൻ്റെ കാര്യം ടാസ്ക് ഒക്കെ ഇങ്ങനെ 2 എണ്ണം പോയി മമ്മി. ബിക്കോസ് എനിക്ക് ഹെയർ എക്സ്റ്റൻഷൻ ഒന്നും ഇല്ല. ടാസ്കും ഹെയർ എക്സ്റ്റൻഷനും തമ്മിൽ എന്ത് ബന്ധം? എനിക്ക് ഹെയർ എക്സ്റ്റൻഷൻ ഒന്നുമില്ല. മമ്മി മേക്കപ്പ്. ആരിനോട് ഹൈ പറയും മമ്മി? അങ്ങനെ ഹാരിനോട് ഹൈ ഒക്കെ പറയുന്നുണ്ട്. ഹായ് അനീഷിനോട് ഹൈ പറയുന്നുണ്ട്. ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് ഈ പെർഫ്യൂം വേണം മമ്മി, ഈ പെർഫ്യൂം. അത് കഴിഞ്ഞ് ഇതെന്താണിത്? നിൻ്റെ ബെഡാണോ ഇത്?
എന്താ ഈ വലിച്ചു വാരിയിട്ടേക്ക്, അതൊന്നും അടയത്തില്ല. മമ്മി എന്താ ബിഗ് ബോസ് കളിക്കാനാണോ വന്നത്? ഞാൻ നിന്നെ കളിപ്പിക്കാനാണ് വന്നത്. ഇതെന്തോന്നാണ് ഇത് വാരി വലിച്ച്, നിന്റെ ബ്രഷ് മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ട് അറിയാമോ നിനക്ക്? നിവിൻ ആയിരിക്കും മമ്മി, നിവിനൊന്നും അല്ല. നിവിൻ നിങ്ങളുടെ ഫേവറേറ്റ് ആണ്, അതുകൊണ്ടല്ലേ നിങ്ങൾ പറയുന്നത് നിവിനെ പറയാത്തത്? അതൊന്നുമല്ല, നിന്റെ ബ്രഷ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എന്താണിത് വലിച്ചു വാരി ഇട്ടേക്കുന്നത്? ഇങ്ങനെയാണോ ബെഡ് ഇട്ടേക്കേണ്ടത്? ഇതാ നൂറെ കണ്ടുപിടിക്ക്, ലക്ഷ്മിനെ കണ്ടുപിടിക്ക്. എന്തെന്ന് മമ്മി എന്നെ ഇങ്ങനൊന്നും പറയല്ലേ മമ്മി, മമ്മി അങ്ങനെ ഒന്നും പറയരുത്. മമ്മി എനിക്ക് കോഫിയും പനീറും കൊണ്ടുവരാത്ത എന്ത് മമ്മി? ഈ സ്വീറ്റ്സ് ഒന്നും കൊണ്ടുവരാൻ എനിക്ക് പറ്റത്തില്ല മമ്മി. സ്വീറ്റ്സ് അറിയത്തില്ലേ, പൗഡർ റൂമിൽ കൊണ്ടുവന്നു. ഈ ബ്രഷ് ആണ് എനിക്ക് വേണ്ടത് മമ്മി, ഇത് അടുത്ത ബ്രഷ്. എൻ്റെ മസ്കാര പോയി, എൻ്റെ ടെൻറ്റ് പോയി മമ്മി, ചെഞ്ചില്ല മമ്മി. മമ്മിക്ക് ഞാൻ സ്ട്രൈറ്റ് ചെയ്ത് തരാം. എന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് അമ്മേനെ മേക്കപ്പ് ചെയ്യുന്നടാ ജിസേൽ. എന്നിട്ട് അതിൻ്റെ നിയാസിമൈഡ് സിറം, എൻ്റെ മറ്റേ ബോഡി ലോഷൻ, ഇതൊന്നുമില്ല മമ്മി, ഇതൊക്കെ കൊണ്ടുവരണ്ടേ? അതിൻ്റെ ഇടയിൽ കൂടെ ഷാനവാസ് അവളെ മറ്റേ ഇന്ദ്രൻ, മറ്റേ സീതയിലെ ഇന്ദ്രൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ താടിയൊക്കെ ട്രിം ചെയ്തിട്ടാ. സ്റ്റോർ റൂമിൽ ലഡുവും ഡയറി മിൽക്ക് സിൽക്കും ചിപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൊടുക്കാം എല്ലാവർക്കും. അപ്പം നിവിൻ, മമ്മി എന്താണിത്? എന്താ മമ്മി 15 എണ്ണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ? നിവിൻ മമ്മിയോട്, അയ്യോ ഞാൻ 15 എണ്ണം കൊണ്ടുവന്നതാണല്ലോ, 2 എണ്ണേ വെച്ചിട്ടുള്ളൂ. ജിസേൽ, എന്താണ് മമ്മി ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം മമ്മി. മമ്മി ആരോടും ഒന്നും പറയാൻ നിൽക്കരുത് കേട്ടോ മമ്മി. മമ്മി ആരെയും ഒന്നും പറയരുത്. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ജിസേൽ, എങ്ങനെയുണ്ട് എൻ്റെ തുണിയെല്ലാം? നീ തുണിയൊക്കെ കറക്റ്റാണ് മമ്മി. എനിക്ക് ഇന്ത്യൻ വെയർ ഒന്നും കിട്ടുന്നില്ല മമ്മി, എനിക്ക് ഇന്ത്യൻ വെയർ ഇല്ല. നീ സാരി ഉടുക്കാനൊക്കെ പഠിക്കണം കേട്ടോ. ഒനിലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വളരെ എഡ്യൂക്കേറ്റഡ് ആയ മാൻ. അനീഷ് നല്ല ഫെയർ ആയിട്ടാണ് കളിക്കണത്. ഞാനോ നിവിൻ, നീ കുറച്ച് ലാവശ്യമുള്ള സമയം ചിലപ്പോൾ മാറും. അപ്പം ബിന്നി നന്നായിട്ട് ടാസ്ക് ഒക്കെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ കാണിക്കുന്നത് ആര്യൻ്റെ അമ്മ വരുന്നതാണ്. ആര്യൻ ഇവിടെ തളർന്ന അവസ്ഥയാണ്. ആര്യനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ്. ആര്യൻ എന്ത് പറ്റി ആര്യൻ? ഇല്ല ബിഗ് ബോസ്, ഒന്നുമില്ല, ഞാൻ തകർന്നു പോയി. ഒന്നുമില്ല ബിഗ് ബോസ്. അപ്പോഴാണ് അഭി ഭുജ് മേ കഹി തോടി ബാക്കി ഹേ ജിന്ദഗി, ആ പാട്ട് വരെയാണ്. അപ്പോൾ ഭയങ്കര വിഷമമുള്ള പാട്ടാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ആര്യൻ്റെ ബ്രദർ വരുന്നുണ്ട്. നല്ല പയ്യൻ, കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പയ്യൻ വരുന്നുണ്ട്. സ്റ്റോർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം നിവിൻ, ഹായ് ആര്യൻ്റെ ബ്രദർ അല്ലേ, ഓക്കേ എന്നൊക്കെ പറഞ്ഞു പോന്നു. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അമ്മയും വരുന്നു. ആര്യൻ ഓടുന്നു. അമ്മ വന്ന് ആദ്യം അനുമോളെ കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് നമസ്തേ ജിസേലിൻ്റെ അമ്മേനെ, ഹായ് ഹൗ ആർ യു? ഐ ആം ഫൈൻ. അത് കഴിഞ്ഞ ശേഷം ആക്ടിവിറ്റി ഏരിയയിലേക്ക് ആര്യൻ്റെ ആക്ടിവിറ്റി ഏരിയ സൂപ്പർ ആയിരുന്നു കേട്ടോ. ലൈവ് നിങ്ങൾ മിസ് ചെയ്ത്. പല പോസുകളാണ്. ആര്യന് കിട്ടിയിരിക്കുന്ന സ്പൈക്കുട്ടനെയാണേ പസിലായിട്ട്. ആര്യൻ ഓരോന്ന് വെച്ചിട്ട് അയ്യോടാ എൻ്റെ പൊന്നെ, ചിരിച്ച് ആര്യൻ്റെ ആക്ടിവിറ്റി ഏരിയ സൂപ്പർ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് ടാസ്ക് ബിസ്ക്കറ്റ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. ഇവിടെ വരെ എത്തിയിട്ട് കളയും. അയ്യോ ആ ആക്ഷനൊക്കെ എൻ്റെ പൊന്നു. ആര്യനൊക്കെ ഔട്ടായി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും ഉണ്ടാവില്ലല്ലേ, എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ സത്യമായിട്ടും. ഈശ്വരാ, ആര്യൻ, നിവിന് ഇവരൊക്കെ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തെന്നാ എനിക്ക് ആലോചിക്കാൻ വയ്യ. പിന്നെ മൊത്തം മറ്റേ ഇതായി എനിക്ക് അറിഞ്ഞൂടെ എന്തായിരിക്കും എന്ന് വിഷയം. ആർക്കറിയാം. അത് കഴിഞ്ഞിട്ട് ജിസേൽ ഇവിടെ ഇടയ്ക്ക് സ്പീച്ചൊക്കെ നടത്തുന്നുണ്ട്. ജിസേലിന് ഭയങ്കര വിഷമം, അമ്മ ഇങ്ങനെ മൈൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്നും വിചാരിക്കല്ലേ ആരും. അങ്ങനെ ആര്യൻ വരുന്നു. അമ്മ ആദിതിന്നും നമ്മുടെ ആദിലയും നൂറേനെയും എൻ്റെ മക്കളാണ്, എൻ്റെ ഡോട്ടേഴ്സ്, എൻ്റെ 2 ഡോട്ടേഴ്സ്, ഞാൻ ഇവരെ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ആര്യൻ, അപ്പോൾ ജിസേലിനെയോ, ജിസേൽ ഈസ് നോട്ട് ഡോട്ടർ, ഷീ ഈസ് മൈ ഫ്രണ്ട്. ഇനി ഏജ് വെച്ചിട്ടാണോ എനിക്കൊരു പിടിയില്ല എന്താ ഉദ്ദേശിച്ചത്. ബ്യൂട്ടിഫുൾ കപ്പിൾ ബിന്നി ആൻഡ് നൂബിൻ. ഓക്കെ, ഐ ലവ്. പ്ലാച്ചി എവിടെ? അപ്പം നമ്മുടെ ആര്യൻ്റെ ബ്രദർ പ്ലാച്ചി എവിടെ? പ്ലാച്ചീനെ കൊടുക്കുന്നു. ഇതാണോ പ്ലാച്ചി? എറിയാനൊക്കെ തോന്നി. ഇല്ല. എന്നിട്ട് പ്ലാച്ചീനെ അമ്മയ്ക്ക് കൊടുക്കുന്നു. അമ്മ താരാട്ടൊക്കെ പാടി കൈ കൊടുക്കുന്നു. അതിനുശേഷം എല്ലാവരെയും വീട്ടിൽ വിളിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ആര്യൻ, എന്താടാ നീ മലയാളം സംസാരിക്കാത്ത നേരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്തൊക്കെയാണെങ്കിലും എങ്ങനെയൊക്കെ കളിച്ചാലും എങ്ങനെയൊക്കെ ആണെങ്കിലും നീ നമ്മളെ പ്രൗഡ് ആക്കിയിട്ടുണ്ടെന്ന് ആര്യൻ്റെ ബ്രദർ പറയാണ്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ അത് കഴിഞ്ഞിട്ട് ജിസേലിൻ്റെ ആര്യൻ, അതായത് എന്താ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ആര്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഇവിടെ അമ്മ പറയുന്നു, കാലുമേ കാലിട്ട് നല്ല മാനേഴ്സ് ആയിട്ടിരിക്കണം, ബി നീറ്റ്, മേക്ക് യുവർ ബെഡ്, നെവർ ലൂസ് യുവർ കൂൾനെസ്. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയും. നീ ജയിച്ചാലും നമ്മളെ പ്രൗഡാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം അനു അമ്മയ്ക്ക് ലഡു ഒക്കെ കൊടുക്കുന്നു. ഞാൻ ഐ എം നോട്ട് ഈറ്റ് ഷുഗർ. അയ്യോ ഷുഗർ എനിക്ക് നോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജിസേൽ വെള്ളമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജിസേലിനോട് അമ്മ പറയുന്നുണ്ട്, മോൻ ഭയങ്കര സംഭവമാണ്, പക്ഷെ അവൻ ഇവിടെ എന്തായെന്ന് എനിക്ക് അറിയത്തില്ല, ഫുൾ ഞാൻ ഹെൽത്തി ജ്യൂസാണ്. അപ്പോഴാണ് ജിസേലിനെ ഇരുത്തിക്കൊണ്ട് ആരും ചോദിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടോ, ക്രിട്ടിസൈസിങ് ഉണ്ടോ പുറത്ത്? ഞാനതൊന്നും പറയില്ല.
നീ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മേക്ക് ബെഡ് 1-on-1. ഓക്കെ, എന്നിട്ട് അതിന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ലതായിട്ട് നിൽക്കുക. ഓക്കെ, പിന്നെ പ്ലേ ഇൻഡിവിജ്വലി. ഓക്കെ, ഫിനാലെ 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 അത് മാത്രമേ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ ശേഷം പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുവിൻ്റെ വീട്ടുകാർ പറയാണ്, എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ. എൻ്റെ കൂടെ ജിസേലിൻ്റെ അമ്മ പോകുന്നു. അങ്ങനെ അനുവിനെ ആദ്യം വിളിച്ചിട്ട് നിർത്തിയിട്ട് പിന്നെ ആക്ടിവിറ്റി ഏരിയയിൽ ഇടുന്നു. അനുവിന് കിട്ടിയത് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം നമ്മുടെ ഐലോഗോയാണ്. അത് കഴിഞ്ഞ് മറ്റത് കുറച്ച് പാടാം, പക്ഷെ അനുവ് നന്നായിട്ട് ചെയ്തു ആ ബ്ലോക്കിൻ്റെത്. അത് കഴിഞ്ഞ് വരുന്നു, വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് എന്തുവാടി നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ കരയല്ലേ, പിന്നെ എന്തൊക്കെ വന്നാലും നീ കരയരുത്. എൻ്റെ കൂടെ അമ്മയുടെ ഒരു ഡയലോഗ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയലോഗ്. മക്കളെ നീ എന്തോന്ന് മക്കളെ നീല ബാഗുമായിട്ട് രാത്രി ഇറങ്ങി നടക്കണത്, അമ്മ അത് ഞാൻ ബാത്റൂമിൽ പോണതമ്മ, എന്നാലും നീ 1:30-2:30 ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും നീ എപ്പോൾ വരണമെന്ന് ആലോചിച്ചിട്ട്. നീ പോണത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, നീ തിരിച്ചു വരണത് ഞാൻ കണ്ണില്ല. നീ എവിടെ പോണത് ഈ നീല ബാഗുമായിട്ട്? അമ്മ അതൊക്കെ എൻ്റെ കുളി സാധനങ്ങളാണ്, ഞാൻ കുളിക്കാൻ പോണത്. എന്നാലും മക്കളെ നേരത്തെ വന്ന് കിടക്കണേ. അയ്യോടാ. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം അമ്മ ഇവിടെ ഉള്ള എല്ലാവരും അമ്മ എന്തോന്നാണെന്ന് അറിയാമോ, ഫുഡിന് വെച്ചിട്ടാണ് അമ്മ വഴക്ക്. മക്കൾ മാത്രം എന്തിന് കിച്ചണിൽ നിൽക്കുന്നത്? അങ്ങനെ നിൽക്കണ്ട കേട്ടാ, എന്തിന് കളിയിലേക്ക് ഇറങ്ങാൻ നോക്ക് നീ, എന്തോന്നാണ് എപ്പോഴും കിച്ചണിൽ. അപ്പം അങ്ങനെ അപ്പോൾ അത് പിന്നെ ഇവിടെ ആർക്കും ഒന്നും കുക്കിംഗ് അറിഞ്ഞുകൂടാ അമ്മ, ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. പിന്നെ അപ്പം നമ്മുടെ ആനുവിൻ്റെ ചേച്ചി പറയുന്നുണ്ട്, അത് നിനക്ക് ഗെയിം കളിക്കണേ, നീ എത്ര ദിവസമായി ആഴ്ചയായി കിച്ചണിൽ നിൽക്കുന്നു, പിന്നെ ആഹാരം കൊടുക്കുന്നത് പുണ്യം കിട്ടും. അപ്പം ചേച്ചി പുണ്യം കിട്ടാനല്ലല്ലോ നമ്മൾ വന്നത്, നീ ഇറങ്ങി കളിക്കാൻ നോക്കുക കേട്ടാ. പിന്നെ നിന്നെ പല രീതിയിൽ തളർത്താൻ നോക്കും, നീ അതിലൊന്നും വീഴാൻ നിൽക്കരുത്, ലാലേട്ട പറയണതിലൊന്നും നീ ഇതാക്കരുത് കേട്ടാ. അതൊക്കെ വലിയൊരു പ്രൗഡായിട്ട് കാണണം. അപ്പോൾ ആര്യം വരുന്നുണ്ട്, എന്താ ഇവിടെ, ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട്. അനു വിളിക്കുന്നു, ഇവള് നല്ല കുട്ടിയാണ് കേട്ടാ, നല്ല മോളാണ്, അറിയാം, ടോം ആൻഡ് ജെറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്ലാച്ചിയൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്നു. അങ്ങനെ അവരും പോകുന്നു. ഇനി അത് കഴിഞ്ഞ് വന്നേക്കുന്നത് നമ്മുടെ അടുത്ത മെയിൻ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആദിലയും നൂറയും. എല്ലാവരുടെയും വീട്ടുകാർ വന്നു, പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷമാണെന്ന് കാണിക്കുന്നത്. എപ്പോഴും അവർ ക്ലിപ്പിംഗ് കാണിക്കും കേട്ടോ. സ്പൈക്കുട്ടൻ വീട്ടിലേക്ക് വരുന്നു, കണ്ണാ തുമ്പി പാട്ടും പാടിയിട്ടാണ് വരുന്നത്. അനീഷ് അവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഭയങ്കര ക്യൂട്ട് കേട്ടോ സ്പൈക്കുട്ടൻ. തല പൊങ്ങുന്നു, തല കുത്തനെ നിൽക്കുന്നു, ഭയങ്കര മൂവ്സ് ഒക്കെ കാണിക്കുന്നു. നിവിൻ്റെ ബെഡിൻ്റെ അടുത്ത് പോയിട്ട് അച്ചാറ് കുപ്പി ഒളിപ്പിച്ചത് പിടിക്കുന്നു. അങ്ങനെ സ്പൈക്കുട്ടൻ ഭയങ്കരം. ഇനിയാണ് അനീഷും അക്ബറും തമ്മിലുള്ള വഴക്ക്. അത് എപ്പിസോഡിൽ കാണിച്ച പോലെ ഇത്രയല്ല കേട്ടോ, വലിയ വഴക്കാണ്. അനീഷ് വരുന്നു, ആദ്യം അനീഷ് കുഴയ്ക്കുന്നു, പിന്നെ അക്ബർ കുഴയ്ക്കുന്നു, പിന്നെ അനീഷ് കുഴയ്ക്കുന്നു. അപ്പോൾ അക്ബർ ചോദിക്കുന്നു, എന്തോന്ന് അനീഷ് ഏട്ടാ, കുറച്ച് മാവും കൂടെ ഇടും, എന്നാലേ അത് ഒട്ടിപ്പിടിക്കാതിരിക്കുകയുള്ളൂ, കുറച്ച് മാവും കൂടെ ഇട്ട് കുറച്ച് നന്നായി, നിങ്ങൾ തന്നേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മാവും കൂടെ ഇടാൻ വേണ്ടിയിട്ട്. അനീഷിന് അപ്പം അക്ബറിന് എന്താണ് പ്രശ്നം? അക്ബർ പോയിരുന്നേ അവിടെ, അത് ഞാൻ കിച്ചൺ ടീമാണ്, അക്ബർ പോയിരുന്നേ, വെറുതെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി വരല്ലേ കേട്ടാ. അല്ല നമ്മൾ കിച്ചൺ ടീമാണ്, അല്ല അക്ബർ ഇനി വരണ്ട, അവിടെ ഇരുന്നോളൂ, നമ്മളൊരു ടീമാണ്. അപ്പൊ ബിന്നി എന്താ ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അപ്പൊ അനീഷ് എന്തെങ്കിലും അറിയണം, എന്തെങ്കിലും അറിയാതെ കിടന്ന് പറയല്ലേ ബിന്നി. അപ്പൊ അക്ബർ ഒന്ന് പോടോ അവിടെ നിന്ന്, വെറുതെ കിടന്നുകൊണ്ട് വെറുതെ പറയല്ലേ. അപ്പൊ അനീഷ് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അക്ബർ വന്നു, മനസ്സിലായില്ലേ? അപ്പൊ അക്ബർ നിങ്ങൾ സ്റ്റോർ റൂമിലേക്ക് പോയ എന്തിനാണ്? ഞാൻ സ്റ്റോർ റൂമിൽ പോകും, വേറെ ആരെയും ഞാൻ സ്റ്റോർ റൂമിൽ പോകാൻ സമ്മതിക്കൂല, ആർക്ക് വേണമെങ്കിലും സ്റ്റോർ റൂമിൽ പോവാം, മനസ്സിലായില്ലേ? ക്യാപ്റ്റൻ പോകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നിവീൻ ഇടയിൽ കൊണ്ടിട്ട് നിങ്ങൾ കിച്ചൺ ക്യാപ്റ്റൻ ആണോ? അപ്പൊ ആര് നീ എന്തുവാണ് ഇടയിൽ കിടന്ന് പറയണത്, ഒന്നും മനസ്സിലാവില്ല, അങ്ങോട്ട് വാ ഇങ്ങോട്ട്. ഇവിടെ അക്ബർ ചപ്പാത്തി ചേട്ടാ, ചപ്പാത്തിയിൽ കുറച്ചും കൂടെ മാവ് ഇട്ടാൽ മതി, ചപ്പാത്തി കുഴക്കണ മാവിൽ അത്രേ ഉള്ളൂ, ഒട്ടിപ്പിടിക്കുമെന്നാണ് പറഞ്ഞത് അനീഷ്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാ ചപ്പാത്തിയും ഒട്ടിപ്പോയി. എല്ലാ ചപ്പാത്തിയാണ് അനു പറയല്ല, 4-5 എണ്ണമാണ് ഒട്ടിപ്പോയത്, എല്ലാ ചപ്പാത്തിയും അല്ല. കുറച്ച് മാവ് ഇടാൻ പറഞ്ഞതിനാണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയണത്? എന്നെ കൂടുതൽ പറയണ്ട കേട്ടോ. അപ്പൊ ബിന്നി തുപ്പല് വീഴും അവിടെ, തുപ്പല്. അപ്പൊ അനീഷ് 3 ചപ്പാത്തിയല്ലേ ഒട്ടിയുള്ളൂ, അക്ബറിന്റെ കുത്തിത്തിരിപ്പ് ഇവിടെ വരുത്തണ്ട. അയ്യോ പരത്തുന്ന സമയത്ത് നമുക്ക് പ്രശ്നമാണ് ചേട്ടാ. അപ്പൊ ബിന്നി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യ് ചേട്ടാ. അപ്പൊ അനീഷ് സ്പൈക്കുട്ടന്റെ എൻട്രി എനിക്ക് കാണാൻ പറ്റിയില്ല, അറിയാമോ? അത് ഇവിടെ മാവ് കുഴച്ചുകൊണ്ടിരുന്നോണ്ടാണ്. ഞാൻ അത് ആത്മാർത്ഥതയോടുകൂടി മാത്രമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, മനസ്സിലായില്ലേ? പിന്നെ എന്തിനാണ് ചേട്ടൻ സ്റ്റോർ റൂമിലേക്ക് പോയത്? അതിൻ്റെ ഇടയിൽ കൂടെ മാവ് കുഴയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ സ്റ്റോർ റൂമിൽ പോവും, അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് അക്ബർ വന്നത്? അപ്പൊ ബിന്നി സ്പൈക്കുട്ടൻ വരുമ്പോൾ ചേട്ടന് വരായിരുന്നല്ലോ. ചേട്ടനോടൊന്നും ചോദിക്കരുത്, ചേട്ടന് എന്ത് വേണോ ആവാം, ചേട്ടൻ്റെ അവകാശങ്ങൾ ചോദ്യം ചെയ്യരുത് നൂറ. അപ്പൊ നിവീൻ സ്റ്റോർ റൂമിൽ പോയി നിങ്ങൾ മാരകമായ കീടാണുക്കളുമായിട്ട് വന്നിട്ടല്ലേടോ മാവ് കുഴയ്ക്കുന്നത്? നിവീൻ അതിനോട് അനീഷ് എന്തെങ്കിലും കാരണം വേണം എനിക്കെതിരെ പറയാൻ.
അപ്പൊ അക്ബർ എന്തൊരു ബോറാണ് ഇയാൾ കാണിക്കുന്നത്, ഇയാളോട് കുറച്ച് മാവിടാൻ പറഞ്ഞാണോ ഇയാൾ ഈ കാണിച്ചു കൂട്ടുന്നത്? എന്തെന്നാണിത്? നിവിൻ അനീഷേട്ടാ പുറത്ത് നല്ലൊരു വ്യക്തി ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അതിൽ നിവിൻ പോയിട്ട് സാബുമാൻ്റെ ബാഗ് പൊട്ടിക്കുന്നു, മറ്റേ ബീൻ ബാഗ്, അത് പൊട്ടി ഫുള്ള് ഇതും പോയി കേട്ടോ. അപ്പൊ സാബു അയ്യോ ഇത് വല്ലതും മോശമായിട്ട് വരുമോ. അപ്പൊ അനീഷ് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണം. അപ്പൊ അനു ചേട്ടൻ ചെയ്ത തെറ്റൊന്ന് അക്സെപ്റ്റ് ചെയ്യും, വേറെ ഒന്നുമില്ല, കുറച്ച് വിടാൻ പറഞ്ഞു ചേട്ടൻ കിടന്ന് ഇതാവുന്നു. എന്തിനാണ് കാരണം? എന്നെ കൂടുതൽ പറയാൻ നിൽക്കണ്ട, അതിന്റെ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. എന്നാ പൈപ്പ് തുറന്നിട്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. ഇതെന്തോന്നാണിത്? അക്ബറിന്റെ വീട്ടിലുള്ളവരുടെ അടുത്ത് പോയി പറഞ്ഞോ, അക്ബറിന്റെ വീട്ടില്. അപ്പൊ അക്ബർ നിങ്ങൾ എന്തോന്നാണിത്, നിങ്ങൾ എന്ത് ഈ പറഞ്ഞ, ഞാനെന്ത് മര്യാദയില്ലാതെ പറഞ്ഞതാണ്? അനീഷ് മര്യാദയ്ക്ക് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അനീഷിനോടാണ് നിങ്ങൾ പറയുന്നത്. അനീഷിനോട് അനീഷ് ആരായി അനീഷ്? ഞാനാണ് അനീഷ്. മര്യാദയ്ക്ക് കാര്യം പറയണം. അക്ബർ ഒന്ന് പോടോ ഇറങ്ങി. അനീഷ് പോടാന്ന് വീട്ടിൽ പോയി വിളിക്കണം. ഇങ്ങനെയൊക്കെ നടന്നടാ. എന്നിട്ട് അക്ബർ ഞാൻ എന്ത് മര്യാദ വിട്ടാണ് പറഞ്ഞത്, നിങ്ങളോട് കുറച്ച് മാവിടാനല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ അനീഷ് ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തുനിന്ന് പറഞ്ഞാൽ മതി, ഇതൊക്കെ ബിഗ് ബോസ്. അക്ബർ ഒന്ന് പോടോ ഇറങ്ങി. അനീഷ് ഞങ്ങൾ തീരുമാനിച്ചോളാം, അക്ബർ തീരുമാനിക്കണ്ട, അക്ബറിന്റെ കുത്തിത്തിരിപ്പ് ഇവിടെ വേണ്ട. അപ്പൊ അനു ഇതുപോലെ തന്നെയല്ലേ എന്റെ കാര്യം ഇന്നലെ വഴക്കുണ്ടാക്കിയത് ഇങ്ങേര്. അപ്പൊ ഷാനവാസ് അവിടെ ഇങ്ങനെ തൂണ് പോലെ നിൽക്കുകയാണ്. അപ്പൊ അനീഷ് ലാലേട്ടന്റെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഫാമിലി റൗണ്ട് കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ ആയത്. ഇതായിരുന്നുള്ള വഴക്ക്, ഇത്രയും ഉണ്ടായിരുന്ന വഴക്ക് കേട്ടാ. അത് കഴിഞ്ഞ ശേഷം ജിസേലും ആര്യനും കൂടെ ഒന്നിച്ചിരിക്കുകയാണ്. ജിസേൽ പറയാണ് ആര്യൻ്റെ അടുത്ത്, ആര്യനും ജിസേലും ചിയേഴ്സ്. അപ്പോൾ ആര്യൻ ചിയേഴ്സ് ടു യു, യുവർ മദർ മീറ്റിംഗ് മൈ മദർ മീറ്റിംഗ് യുവർ മദർ, ചിയേഴ്സ് ടു യു മൈ മദർ ആംഗ്രി ഓൺ യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിയേഴ്സ് അടിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ബെഡിനോട് അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് പറയും ജിസേൽ. അപ്പോൾ ആര്യൻ എന്നാൽ പിന്നെ ഞാൻ വേറെ ബെഡിൽ കിടന്നോളാം. അപ്പോൾ ബിന്നി നൂബിനും ഇവിടെ ഒന്നിച്ചിരിക്കുന്നു. ഇടയ്ക്ക് നിവിൻ കയറുന്നു, എന്ത് വാടേത്, ഞാൻ സമ്മതിക്കില്ല. അപ്പം നിവിൻ നമ്മൾ സമ്മതിക്കൂല, ബിന്നി നമ്മൾ സമ്മതിക്കില്ല. ഈ മറ്റേ പുതുതായിട്ട് കല്യാണം കഴിച്ചവരുടെ ഇടയിൽ കുഞ്ഞുവാവ വന്ന് കിടക്കുന്ന പോലെ. അത് കഴിഞ്ഞ് ആര്യൻ വേറെ കട്ടിലിൽ കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അക്ബറും ജിസേലും സംസാരിക്കുകയാണ് രാത്രി. അപ്പൊ അക്ബർ പറയാണ് ഞാൻ നിന്റെ അനുവിന്റെ വിഷയത്തിൽ നിന്നെ സപ്പോർട്ട് ചെയ്തു, ഒന്ന് നോക്കിയാൽ നിന്നെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇപ്പം ജിസേൽ പക്ഷേ ഇപ്പോൾ ഈ വിഷയം പിന്നെയും എടുത്തിടാൻ ചാൻസ് ഉണ്ട്. അപ്പം ജിസേൽ അങ്ങനെയാണെങ്കിൽ ആദിലയും നൂറയും ഒക്കെ പറയത്തില്ലേ, അത് ബെഡ് മാറ്റിയല്ലോ, ഇനിയിപ്പോൾ ആരും ഒന്നും പറയണ്ട. അപ്പം അക്ബർ ഇന്നലെ ഈ വിഷയം പിന്നെ എടുത്തിട്ടു ഒനിൽ, ഇനി ബെഡ് മാറ്റിയാലും ഇതൊക്കെ തന്നെ പറയൂ. അപ്പം ജിസേൽ ഒനിലിൻ്റെ പ്രശ്നം വേറൊന്നുമല്ല, ജലസിയാണ്. രണ്ടാൾക്കാരും കൂടെ കെയറിങ് ആയിട്ട് നിൽക്കുന്നതിൽ ജലസിയാണ്. ഞാൻ ഇവിടെ വേറെ ഡേർട്ടി ഗെയിം ഞാൻ കളിക്കുന്നില്ല, അറിയാമല്ലോ. എൻ്റെ കയ്യിൽ കത്തി തന്ന് പോക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും, ഞാൻ പറയത്തില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ഒനിലിൻ്റെ അടുത്ത് ജിസേൽ പോയി പറയുന്നു ഇതേ കാര്യം. അപ്പോൾ ഒനിൽ ഇപ്പോൾ ഞാൻ ജിസേലിനെതിരെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അനുമോളുടെ ഇഷ്യൂ വന്നപ്പോൾ ജിസേലിനെ സപ്പോർട്ട് ചെയ്തു, ഞാൻ ഒന്നും ജിസേലിൻ്റെ പേരെടുത്ത് ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ ജിസേൽ അക്ബർ പറഞ്ഞു ഒനിൽ പറഞ്ഞു എന്നുള്ളത് ഇല്ല, അങ്ങനെ പറഞ്ഞില്ല, അത് അക്ബറിൻ്റെ കളി. അതെനിക്കറിയാം, അത് അക്ബറാണ് കളിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പം അത് അക്ബർ പറഞ്ഞു നമുക്കിത് പ്രശ്നം ഉണ്ടാക്കണം എന്ന്. അത് പിന്നെ അത് വേറെ കളി, അത് അവൻ്റെ കളി. ഞാൻ കൊണ്ടുവന്നത് അനുമോളുടെ ഇഷ്യൂ അല്ല. ഓക്കെ, ഞാനത് വിട്ടുകളഞ്ഞു എന്നും പറഞ്ഞ് അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു. ഇനി എന്തൊക്കെയാവുമെന്ന് കണ്ടറിയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.